മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതിയൊക്കെ എനിക്ക് ചിലപ്പോൾ മമ്മൂട്ടി പറഞ്ഞു തരും. എന്നാലാണല്ലോ എൻ്റെ പണി കഴിയുള്ളൂ. മനസ്സിലാവും. ഞാനൊക്കെ ശരി 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 എന്ന് പറയും. വളരെ ഗൗരവത്തിൽ സംസാരിക്കണം, ഉത്തരം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം എൻ്റെ അടുക്കെ. അത് ശരി. അമ്മയുടെ പ്രസിഡൻ്റൊക്കെ ആയാലും വളരെ ഗൗരവത്തിൽ നിന്നിട്ട് എന്ത് കാര്യത്തിന് ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ. അപ്പം മൂപ്പർ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്താൽ അവൻ രക്ഷപ്പെടും. മൂപ്പർ ഇന്ന് പോരുമ്പോൾ പറഞ്ഞോട്, ഫോണിൽ പറഞ്ഞോട്, അവിടെ പോയിട്ട് തൻ്റെ തമാശയും കുട്ടികളെയും പരിപാടിയും വേണ്ട കേട്ടോ. സിനിമയ്ക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ജീവിതം അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മനുഷ്യൻ, ഇത്രയും അപ് ടു ഡേറ്റ് ആയിട്ട്. നമുക്ക് സിനിമയ്ക്ക് മാത്രമല്ല, സിനിമയിൽ മാത്രമല്ല, ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇത് എത്രയും പേർക്കറിയാം. ഇപ്പം ചോദിച്ചാൽ 1 കിലോ അരിക്ക് എന്താ വില വെച്ചാൽ കൃത്യം പറയും. ഇന്നത്തെ മാർക്കറ്റ് വില എന്താ, മറ്റേ എന്താ, അതെന്താ, അവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ചു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞ് അതാണ് ആ ചെറുപ്പം. ഇപ്പോഴും കുട്ടി ചുള്ളനായിട്ട് എന്ത് സുന്ദരനായിട്ട് ഇരിക്കുന്നത്. മമ്മൂക്ക പരിചയപ്പെട്ട രസമാണ് ഈ പറഞ്ഞ ഈ അലിയുടെ പടമില്ലേ, മാമനകളൊക്കെ പറഞ്ഞത്. ഇതിന്റെ ഡബിങ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നടക്കുമ്പോൾ, ഇറങ്ങാത്ത പടത്തിന്റെ ഡബിങ് നടക്കുമ്പോൾ അടൂർ സാറിന്റെ മതിലുകൾ മമ്മൂക്ക അകത്ത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മമ്മൂക്ക ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾ ഈ അത്തപ്പാടികൾ അകത്തോട്ട് കയറാൻ. ഞങ്ങളിങ്ങനെ വെളിയിൽ അഭയാർത്ഥികൾ നിൽക്കുന്നവർ നിൽക്കുകയാണ് എല്ലാവരും. അപ്പം മമ്മൂക്ക ഇടവേളയിൽ എപ്പോഴും വന്ന് അവിടെ സീറ്റിലിരുന്നിട്ട് ഒരു ബീഡിയൊക്കെ വലിച്ച് ഇങ്ങനെയൊക്കെ ഞങ്ങളൊരു 7-8 പേരോടെ ഇങ്ങനെ നേരെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് നിൽക്കാൻ പറ്റുമോ, ഒന്ന് പരിചയപ്പെടായിരുന്നു പറഞ്ഞു. അപ്പം സീരിയൽ ഓൾറെഡി വന്നു തുടങ്ങി. പുള്ളി ഇങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ എന്നെ നിങ്ങൾ അടുത്ത് വന്നു, നിങ്ങൾ ആ കുമളകൾ സീരിയൽ വരുന്ന ആളല്ലേ? ഇദ്ദേഹം അത് അന്ന് കണ്ടിരിക്കുന്നു. അപ്പം മമ്മൂക്കയുടെ കാൽക്കുലേഷൻ മമ്മൂക്ക ആരാന്ന് ആലോചിച്ച് നോക്കി. ഈ കുഞ്ഞു സീരിയൽ മമ്മൂക്ക അന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ആരാണ് മുതലേ? ഞാൻ പറഞ്ഞു അതെ സാർ, ഞാൻ ഞെട്ടിപ്പോയി. മമ്മൂട്ടി ഇതൊക്കെ കാണുമോ? അതെ സാർ, അത് കൊള്ളാൻ കേട്ടോ, നിങ്ങൾ കൊള്ളാം, നന്നായിട്ടുണ്ടോ അതിൽ, ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ആദ്യത്തെ അവാർഡാണ് മമ്മൂക്കയെ പോലുള്ള ആക്ടർ ഇങ്ങനെ എന്നെ ആ സീരിയൽ കണ്ടിട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെയാണ് മമ്മൂക്ക എന്നെ വിളിച്ച് പരിചയപ്പെടുമായിരുന്നു. അങ്ങനെ ഞാനിന്ന് ഓർമ്മ, ഞാനും നമ്മുടെ GS പ്രദീപും ഞാനും പാർവതിയും കൂടി ഞങ്ങൾ ഈ അശ്വമേധ അവൻ തുടങ്ങുന്ന സമയത്താണ്. ഞങ്ങളെല്ലാം ഈ അശ്വമേധം കളിച്ച് ആ കൈരയുടെ ഫ്രണ്ടിലത്തെ സോഫയിൽ ഇരിക്കുന്ന ടൈം. അപ്പൊ ഇങ്ങനെ എല്ലാരും ഷോ കഴിഞ്ഞ് രാജീവ് ഉണ്ട്, ശ്രീകാന്ത് ഉണ്ടെന്ന്. ശ്രീകാന്ത് അപ്പോഴത്തെ സോഫയിൽ കാലിങ്ങനെ പൊക്കി ചുമലിന്റെ മേലെ വെച്ച് കിടക്കുന്നു. ഞാൻ അവിടെ സോഫയുടെ തറയിലിരിക്കുന്നു. GS പ്രദീപ് എന്റെ മേലെ ഇരിക്കുന്നു, ചമ്മണം പൊട്ടി എന്തൊക്കെയോ ചള പിടിച്ച് നിൽക്കുന്ന സമയമാണ്. സമയത്ത് പെട്ടെന്ന് കാറൊന്നുമല്ല, ഒരു ഈ ചില മറ്റേ മേഘം മാറി സൂര്യൻ വരിക എന്ന് പറയില്ലേ, അതുപോലെ ഈ സൈഡിലൊരു വലിയ വെട്ടം. ഞങ്ങൾ എല്ലാവരും നോക്കുമ്പോ മിസ്റ്റർ മമ്മൂക്ക അവിടെ നിൽക്കുന്നു. ഞാൻ അത്രയും ഒരു ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അന്ന് കണ്ട മമ്മൂക്ക എന്ന് പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് 2000, so he must be what 50 or something. സ്റ്റണ്ടായിരുന്നു എല്ലാരും. അത് ഈ മുകളിലോട്ട് കാല കയറ്റി നിൽക്കുന്നവൻ അവൻ അവിടെ തന്നെ നിന്നിട്ടാണ് ഇദ്ദേഹം റിമെമ്പർ ഒരു ലൈറ്റ് യെല്ലോ ഷർട്ട്, ഒരു ബീച്ച് പാൻസും ഒക്കെ വെച്ചൊരു കയ്യിൽ നല്ല ഓർമ്മയുണ്ടാവും. he was like stunningly handsome. സോ അതൊക്കെ കൈരളിയുടെ ഓർമ്മകൾ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഈ മറ്റേ ശുഭദിനം പരിപാടിയുടെ ഞങ്ങളായിരുന്നല്ലോ, അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് സെറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് വിളിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, അങ്ങനെ ചെയ്തു അങ്ങനെയല്ലത്. നമ്മളീ കാണുന്ന അല്ലെങ്കിൽ കണ്ടു പരിചയം അല്ല, എൻ്റെ ധാരണയാണ് കേട്ടോ, എൻ്റെ ധാരണയിൽ കണ്ടിട്ടുള്ള ഒരു മമ്മൂക്ക അല്ല. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ മമ്മൂക്ക അല്ലത്, അത് വേറെ തന്നെ ഒരു മനുഷ്യനാണ്. അത് എന്താ പറയുക, ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. എനിക്ക് അദ്ദേഹത്തിനോട് ലൈക്ക് ലിറ്ററലി തോളോട് തോൾ ചേർന്നിരുന്ന് 16 ദിവസത്തോളം അല്ലെങ്കിൽ 16-20 ദിവസത്തോളം അഭിനയിക്കാൻ പറ്റി. അത് വേറെ ആർക്കും പറ്റിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ലൈക്ക് ഇങ്ങനെ മുട്ടി ഉരുമ്മി എപ്പോഴും ഇരിക്കണം. അപ്പോൾ അത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ഈ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ ഓരോരോ കാര്യങ്ങൾ. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പോലെ ഒരു ബ്രഹ്മാണ്ഡ അറിവിൻ്റെ ഒരു തലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളെല്ലാവരും ഷൂട്ട് നിർത്തി ലിറ്ററലി ഞങ്ങളിങ്ങനെ കേട്ടിരിക്കും. എന്താണ് പറയാനുള്ളത്, എങ്ങനെയാണ് പറയുക. അപ്പോൾ ഞങ്ങളിങ്ങനെ കേട്ട് ഒരു അരമണിക്കൂർ മുക്കാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു ഫീലാണ്. പറയുന്ന കാര്യങ്ങളായാലും അദ്ദേഹം എന്നോട് 1-2 സജഷൻസ് പറഞ്ഞു.
അഭിനയത്തിൻ്റെ ഇടയ്ക്ക്. എനിക്കറിയാവുന്ന എൻ്റെ ഇൻസെക്യൂരിറ്റി, എൻ്റെ പോരായ്മയാണെന്ന് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ വെറുതെ അല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇരിക്കുന്നതല്ലോ, മെഗാ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വെറുതെ അല്ല. നമുക്കറിയാം സെറ്റില് മമ്മൂക്ക എത്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് വരുന്നുണ്ട്.